സൗമ്യ കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ആളൂരിനെ സമീപിച്ചത് ആരായിരുന്നു? ചോദിച്ചിട്ടുണ്ട്, ചിരി മാത്രമാണ് മറുപടി. ജോളിയുടെ അടുത്ത ആളായിരുന്നു ആളൂർ. ഏതൊരാൾക്കും വക്കീലാവുമ്പോൾ മർഡർ കേസുകളിൽ അപ്പിയർ ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. പണത്തിന് വേണ്ടിയായിരുന്നു ആളൂർ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തുകൊണ്ടിരുന്നത് എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ആ പ്രതിക്ക് വേണ്ടി സാറിൻ്റെ ഒപ്പം ഹാജരാകാൻ പറ്റും, ആ ട്രയലിൽ സാറിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായില്ല. എപ്പോഴോ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുന്ന സമയത്തും അത് കവർ ചെയ്യാൻ ഒരു കൂട്ടം പത്രക്കാരുണ്ടാവും, നിങ്ങൾ നോക്കിക്കും. മരണം അക്സെപ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ആ ഒരു പ്രസൻസ് എല്ലാവർക്കും ഇപ്പോഴും ഫീൽ ചെയ്യുന്നവരുണ്ട്. ഈ സൗമ്യ കേസ് എന്തിനാണ് ഏറ്റെടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി സൗമ്യ കേസ് വർഷം എനിക്ക് ഓർമ്മയില്ല. ഞാൻ 2022 മുതലാണ് ഞാൻ സാറിൻ്റെ ഓഫീസിൽ വരുന്നത്. ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുക, എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഫയലും കാര്യങ്ങളെല്ലാം സാറിൻ്റെ തന്നെ പേഴ്സണൽ കസ്റ്റഡിയിലാണ്. അത്തരം ചില കാര്യങ്ങൾക്ക് മറുപടി തരില്ല, ഒരു ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സാറ് കേരളത്തിൽ വന്നിട്ട് ഒരു 6 വർഷത്തോളം കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ബേസിക്കലി മലയാളിയാണ്, തൃശ്ശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ്. ഡിഗ്രിയൊക്കെ തൃശ്ശൂർ എവിടെയാണ് പഠിച്ചത് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. അതിനുശേഷം LLB പഠിക്കുന്നത് പൂനെയിലാണ്. അത് ഞങ്ങൾ ഒരിക്കലുള്ളൊരു യാത്രയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാറിന് ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെയുള്ള പ്രൊഫഷനിലല്ലായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുക. ചിലവർ എത്തിപ്പെട്ടതായിരിക്കും, ചിലവർ ആഗ്രഹം കൊണ്ട് പഠിച്ചെത്തിയതായിരിക്കും. അതിലേതാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു വക്കീലാവണമെന്ന്. വീടിനടുത്ത് ഒരു വക്കീലുണ്ടായിരുന്നു, അപ്പോൾ വക്കീലാവുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ബന്ധുക്കളും കസിൻസും ആരൊക്കെയോ പൂനെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പഠിച്ചതെല്ലാം പൂനെയിലാണ്. പൂനെയിൽ പഠിച്ച് തിരികെ നാട്ടിൽ വന്നൊരു 3-4 മാസക്കാലം തൃശ്ശൂർ പരിസര പ്രദേശത്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്രണ്ട്സും ഭാഷ അറിയാവുന്നതും കാര്യങ്ങളൊക്കെ പൂനെയിലായതുകൊണ്ട് തിരിച്ച് പൂനെയിലേക്ക് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കുഞ്ഞുമുറി, ഒരു ടേബിളും ഒരു 3 ചെയർ ഇടാൻ സ്പേസുള്ള ഒരു കൊച്ചുമുറിയിൽ തുടങ്ങിയ ഒരു കുഞ്ഞു ഓഫീസാണ്. അവിടെ ആദ്യം ഒറ്റയ്ക്ക് കേസ് എടുത്തും, ചെറിയ ചെറിയ കേസുകളൊക്കെ. അതിനുശേഷം വലിയ വലിയ കേസുകൾ നടത്തി. ഇപ്പോൾ പൂനെയിൽ വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ അവിടെ ചില കേസുകളിലൊക്കെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പിയർ ചെയ്യും. ഇവിടെ ആളുകൾക്ക് ഒരു ഭീകരൻ എന്നുള്ള ഒരു മുഖം ഉണ്ടാക്കുമ്പോൾ പൂനെയിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പിയർ ചെയ്യും. അങ്ങനെയുള്ള മുഖമുള്ള ഒരാളും കൂടിയായിരുന്നു സാർ. ഓക്കെ. അപ്പോൾ ഈ എങ്ങനെയാണ് കേരളത്തിലേക്കുള്ള ഈ കരിയർ വൈസ്, കേരളത്തിലേക്കുള്ള ഒരു കരിയർ വൈസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് ആണ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. ആ കേസ് ഇതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ അതിൻ്റെ വിചാരണ കോടതി മുതൽ ഹൈക്കോടതിയിൽ അപ്പീൽ, ദെൻ സുപ്രീം കോർട്ടിൽ പോകുന്നവരെ ആ ഒരു കാലയളവിലാണ് കേരളത്തിലേക്കുള്ളൊരു പ്രാക്ടീസ് പറിച്ചു നടന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം പൂനെയിലും ഓഫീസുണ്ട്, അവിടെയും പ്രാക്ടീസ് ചെയ്യും. കേരളം ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, സൗമ്യ കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ആളൂരിനെ സമീപിച്ചത് ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ആ ഒരു കാലയളവിൽ ഞാൻ സാറുമായിട്ടുള്ളൊരു അസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരി മാത്രമാണ് മറുപടി. നമ്മളോട് അതിനൊരു ചിരി മാത്രമായിരുന്നു മറുപടി. എങ്ങനെ ഇവിടെ എത്തി, ആര് സമീപിച്ചു, കാരണം അതൊരു വലിയ കാലയളവായിരുന്നു. ഒരു വിചാരണ കോടതി മുതൽ ഹൈക്കോടതിയിൽ അപ്പീൽ, ദെൻ സുപ്രീം കോടതിയിൽ, അതിനെല്ലാം ഒരു ചിരി മാത്രമാണ് മറുപടി. അതെ, സൗമ്യ കേസ് അങ്ങനെ അതായിരുന്നു അതിൻ്റെ വഴി എന്ന് പറയാം. ജോളി കേസിൽ എന്തായിരുന്നു? ജോളിയുടെ അടുത്ത ആളായിരുന്നു ആളൂർ. അടുത്ത ദിവസങ്ങളിൽ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് ഫോട്ടോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ആൾക്കാർ എനിക്ക് തോന്നുന്നു ആളൂരിനെയും ഓർക്കുന്നുണ്ട്. ഈ കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2019 തോന്നുന്നു ആ ഒരു കേസ് നമ്മുടെ സൊസൈറ്റി, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. 2019-20 കാലഘട്ടത്തിൽ ഞാൻ കോഴിക്കോടാണ് പഠിച്ചുകൊണ്ടിരുന്നത് LLBക്ക്.
അപ്പോൾ അന്ന് ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അന്ന് ക്ലാസ്സൊക്കെ നിർത്തിവെച്ച് കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇത് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു സീരിയൽ ക്രൈമാണ്, അതിൻ്റെ ഡിസ്കഷൻസ്, അത് ഇത്ര കാലത്തെ ഒരു സീരീസ് പോലെയുള്ളത് പറയുന്നത്. ഏകദേശം 10-14 വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് ആ കേസിൽ പറയപ്പെടുന്ന പല ആളുകളും കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ വലിയ ചർച്ചകളൊക്കെ ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം കോഴ്സ് കഴിഞ്ഞു, എൻറോൾ ചെയ്തു. ഞാൻ പോലും കരുതിയില്ല അതേ കേസിൽ ആ പ്രതിക്ക് വേണ്ടി സാറിൻ്റെ ഒപ്പം ഹാജരാകാൻ പറ്റും, ആ ട്രയലിൽ സാറിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായില്ലായിരുന്നു. അതൊരു ഭയങ്കര വല്ലാത്ത അനുഭവമായിരുന്നു. അദ്ദേഹം എന്താണ് ഈ കേസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? സെയിം സ്റ്റാൻഡ്, ഞാൻ ക്രിമിനൽ അല്ല, ക്രിമിനൽ ലോയർ മാത്രം. ഉറപ്പായിട്ടും എന്നെ സമീപിക്കുന്ന കക്ഷി ആരാണോ ഞാൻ അവർക്ക് വേണ്ടി കേസ് എടുത്തു. അതാണ് സാറിൻ്റെ ഒരു സ്റ്റാൻഡ്. പക്ഷേ ഇപ്പൊ ആളൂരിന്റെ ഈ പറഞ്ഞ നെഗറ്റീവ് ഫേസസ്, ഈ പറഞ്ഞ ജോളിക്ക് വേണ്ടി വാദിക്കുന്നു, ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കുന്നു, പോസിറ്റീവായിട്ട് വാദിച്ച കേസുകൾ പറയാനുണ്ടോ? ഉറപ്പായിട്ടും ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദച്ചാമി ആണെങ്കിലും കൂടത്തായി മർഡർ കേസാണെങ്കിലും ഈ 2-3 കേസ് വെച്ചിട്ട് ഒരു വക്കീൽ ഓഫീസിന് നടന്നു പോകാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒട്ടനവധി ആയിരക്കണക്കിന് കേസുകൾ ഉള്ളൊരു ഓഫീസായിരുന്നു ആളൂർ സാർ ഓഫീസ്. കാരണം സാറടക്കം അവിടെ ഏകദേശം 25ഓളം അഡ്വക്കേറ്റ്സ് അറ്റ് എ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഓഫീസായിരുന്നു. ഈ സൊസൈറ്റി ചർച്ച ചെയ്യപ്പെടുന്ന കേസുകളെല്ലാം അവിടെ ഉണ്ടെങ്കിലും മറ്റ് കേസുകളും നടന്നുകൊണ്ടിരുന്നൊരു ഓഫീസ് തന്നെയാണ്. സാറിനൊപ്പം കേസ് നടത്തുക എന്നുള്ളത് മാത്രമല്ല, കുറേയൊക്കെ പേഴ്സണൽ ടൈമും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സൺഡേ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, നമുക്കൊന്ന് തൃശ്ശൂർ വരെ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിൽ പോവാം, അവിടെ ബന്ധുക്കളുടെ എന്തോ ഒരു കുടുംബ ഫംഗ്ഷനാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഇവിടുന്ന് ഞാനും കൂടെ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, എന്തോ ആദ്യ കുർബാന അതുപോലെ എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു. തിരിച്ച് പോന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ ഈ ഒരു ജേണി ഒന്ന് എന്നോട് പറയാമോ, എങ്ങനെ കേരളത്തിലെത്തി? കാരണം ഒരു വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളാണ്. ഇതിലും വലിയ ആഗ്രഹങ്ങൾ പിന്നെ ഭയങ്കര എന്താ പറയുക, ഒരാളുടെ ഏറ്റവും ബെസ്റ്റ് ഫേസ് ഒരു 40s മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനെയാണോ നമുക്ക് നഷ്ടപ്പെട്ടത്? മോട്ടിവേഷണൽ സ്പീക്കറാണോ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അത് ഈവൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എങ്ങനെയായിരിക്കണമെന്ന് ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആളാണ്. എങ്ങനെയായിരിക്കണം അത് ഈവൻ മരിച്ചപ്പോൾ പോലും കേട്ടോ. നമ്മൾ എപ്പോഴോ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുന്ന സമയത്തും അത് കവർ ചെയ്യാൻ ഒരു കൂട്ടം പത്രക്കാരുണ്ടാവും, നിങ്ങൾ നോക്കിക്കോ. മരണശേഷം പോലും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മരിച്ചതിന് ശേഷം വന്നിട്ടുള്ള കമൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മൂപ്പർക്ക് നേരത്തെ അറിയാം ഇതിങ്ങനെയായിരിക്കും. ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യത്തിൻ്റെ പുറകെയായിരിക്കും മീഡിയ. ആ ഒരു നമ്മൾ നേരെ സംസാരിക്കുമ്പോൾ ഹസി പറഞ്ഞിട്ടുണ്ട് ഈ കമന്റുകൾ വായിച്ച് ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ കേസിൽ മീഡിയ അറ്റൻഷനുള്ള ഒരു കേസിൽ അപ്പിയർ ചെയ്തിട്ട് തിരിച്ച് അന്ന് വൈകുന്നേരം ഓഫീസിൽ വരുമ്പോഴേക്കും പിന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് റീൽസിൽ മുഴുവൻ സാറും ഓഫീസും നമ്മളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ അയച്ചു തരും, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ റീല് കാണാന്നുള്ളതിലുപരി അതിൽ വരുന്ന കമൻറ്റ് കാണാൻ വേണ്ടിയായിരിക്കും നമ്മളിരിക്കുക. അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് സാറ് ഈ റീലിൽ വരുന്ന ന്യൂസിൽ വരുന്ന കമൻറ്റുകളെല്ലാം ഇരുന്ന് ചിരിക്കുന്നത്. അവർ വായിക്കട്ടെ, അവരെഴുതട്ടെ, അങ്ങനെ വേണം, അതാണ്. അപ്പോൾ ചീത്ത വിളിക്കുമ്പോൾ ആയിക്കോട്ടെ വിളിക്കട്ടെ, വിളിക്കട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇത് മുഴുവൻ ഇരുന്ന് സ്കൂൾ. ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റിവിറ്റി എന്നുള്ളൊരു സാധനമേ ഇല്ല. എല്ലാത്തിനും പോസിറ്റീവായിട്ടാണ്. ആരെന്ത് ചിന്തിക്കും എന്നതിനെ പറ്റി ഒരു ഞാൻ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് പറയാം. ഞങ്ങൾ തൃശ്ശൂർ ഒരു മർഡർ കേസിന് ബെയിൽ പറയാൻ പോയി സാറിൻ്റെ ഒപ്പം. അപ്പോൾ സാറ് മുന്നിൽ റോയിലിരിക്കുന്നു, ഞാൻ തൊട്ടു പിന്നിലിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു വക്കീൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സകല കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നേതാവ് ദേ ആളൂർ അവിടെ വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചിരിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ തന്നെ ഇരുന്ന്. ഇത് കഴിഞ്ഞ് കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ
അതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ സാറ് തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫയൽ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഫയൽ കൊടുത്തു തിരിച്ച് അവിടെ ഇരുന്നപ്പോഴേക്കും ആ വക്കീൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. അപ്പം മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ജൂനിയറാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോരാം. ഞാൻ എറണാകുളത്തേക്ക് വന്നപ്പോൾ ഞാൻ സാറുടെ അടുത്ത് പറഞ്ഞു, സാറ് ആ കോടതിയിൽ ഇരുന്നപ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, സകല കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നേതാവ് ആളൂർ അവിടെ വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ആ സമയത്ത് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നിർത്തി. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു വക്കീൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സകല കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നേതാവ് ആളൂർ വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയട്ടെ ആളുകൾ, അങ്ങനെ പറയട്ടെ ആളുകൾ, പറയട്ടെടോ, നമുക്കെന്താ. അതാണ് രീതി. പിന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുള്ളത്, ഏതൊരാൾക്കും വക്കീലാവുമ്പോൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. വക്കീലാവുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ കേസുകളിൽ അപ്പിയർ ചെയ്യുക, മർഡർ കേസുകളിൽ അപ്പിയർ ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. ഞാൻ എൻറോൾ ചെയ്തൊരു 3 weeks ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ബെയിൽ പറയാൻ തരുന്നത് ഒരു മർഡർ കേസിലാണ്. ഫസ്റ്റ് ഒരു 302 മാറ്ററിൽ തൃശ്ശൂർ ബെയിൽ പറയാൻ തരാം. എന്നെക്കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്യിപ്പിച്ചു. സാറ് തന്നെ ഇരുന്ന് വെരിഫൈ ചെയ്ത് എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു നാളെ പോയി പറയണം, എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് എൻ്റെ മുന്നിലൊന്ന് പറയേ എങ്ങനെയാണ് നിങ്ങൾ നാളെ ബെയിൽ പറയാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് ഒരു ട്രയലൊക്കെ കഴിഞ്ഞ് പൊക്കോളാൻ പറയാണ്. സാറ് പൂനെയിലായിരിക്കും. ഞാൻ അവിടെ പോയി ബെയിൽ പറഞ്ഞു. ബെയിൽ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ആ ബെയിലേക്ക് തള്ളി വന്നില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ആ ബെയിൽ തള്ളി എന്ന് പറഞ്ഞു. ഒരു പണി, അതിൻ്റെ ഓർഡർ വരട്ടെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ബെയിൽ ഓർഡർ കിട്ടും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ആ ബെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, സെക്കൻഡ് ബെയിൽ ആപ്ലിക്കേഷൻ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരാം. സാറ് ഡ്രാഫ്റ്റ് ചെയ്തു. ഇന്ന പോയിൻറ്റ്സ് പറയണം, ഇന്ന ജഡ്ജ്മെൻറ്റ് കോട്ട് ചെയ്യണം, അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പോയി പറയും എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ പോയി ബെയിൽ പറഞ്ഞു. അതിൻ്റെ ഓർഡർ വന്നപ്പോൾ ബെയിൽ അലൗ ചെയ്തു. അത് എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ബെയിൽ പോകുന്ന കാര്യം നടക്കാതെ തിരിച്ചു വരുമ്പോൾ ദേഷ്യപ്പെടുക അങ്ങനെയൊന്നുമില്ലേ? ഈ അല്ല, അതിന് മുൻപ് അദ്ദേഹത്തിന് മുൻപിൽ ഇത് പറഞ്ഞ പ്രാക്ടീസ് ചെയ്തിരുന്നു അന്ന്? എങ്ങനെയാണ് അവിടെ അപ്പിയർ ചെയ്യുക എന്ന്? പ്രാക്ടീസ് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്ന കേസിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് പറയാം. ദെൻ ഗ്രൗണ്ട് ഓൺ എന്ത് ഗ്രൗണ്ടിലാണ് നിങ്ങൾ ബെയിൽ ചോദിക്കുന്നത് അതിനെ സബ്സ്റ്റാൻറ്റിയേറ്റ് ചെയ്യുന്ന കേസ് ലോസ് ഒക്കെ സാറ് തന്നെ പറഞ്ഞുതരും. ഈ കേസ് പ്രത്യേകം പറയണം, ഈ കേസിൽ ഇന്ന കാരണം കൊണ്ട് ഇതേപോലെ ബെയിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത് ആപ്ലിക്കബിൾ ആണ്, അങ്ങനെ നിയമം പറഞ്ഞ് ബെയിൽ വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ പറഞ്ഞ ബെയിൽ കിട്ടാതെയൊക്കെ തിരിച്ചു വരുമ്പോൾ എന്തുവാടാ കാണിച്ച് ചോദിക്കില്ല? ഇതിൽ അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അലൗ ചെയ്യുന്ന ബെയിലും അലൗ ചെയ്യാത്ത ബെയിലും പുള്ളിക്ക് അറിയാൻ പറ്റും. അതായത് ചിലതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ബെയിൽ കൊടുക്കാൻ പറ്റുന്നത് മേൽക്കോടതികൾക്കായിരിക്കും. പക്ഷേ പ്രൊസീജിയർ അനുസരിച്ച് കീഴ്ക്കോടതിയിൽ, ഇപ്പോൾ നമ്മൾ മേൽക്കോടതിയിൽ ബെയിലിന് ചെല്ലുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് താഴെ കോടതിയെ സമീപിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി കീഴ്ക്കോടതികളിലും ബെയിൽ ഫയൽ ചെയ്ത് ബെയിൽ പറയുക എന്നുള്ളത്. പക്ഷേ അവർ ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബെയിൽ തരുന്നൊരു രീതി ഉണ്ടാവില്ല. അത് അവിടെ നിന്ന് തള്ളിയതിന് ശേഷം മേൽക്കോടതിയിൽ ഫയൽ ചെയ്ത് ആ ചേഞ്ച് ഇൻ സർക്കംസ്റ്റൻസ് പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ ബെയിൽ കിട്ടും. ഓക്കെ. പണത്തിന് വേണ്ടിയായിരുന്നോ ആളൂർ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തുകൊണ്ടിരുന്നത് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം ആ ഓഫീസിൽ വന്നിട്ടുള്ള ആർക്കും തന്നെ എൻ്റെ പേയ്മെൻറ്റ് ഇത്രയാണ് എന്ന് പറയുമ്പോൾ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കാൻ വരുന്നവരായിരിക്കാം. എന്നാൽ പോലും ചെറിയ കേസുകളിൽ ഈ മുൻസിഫ് കോടതികളിലും മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ഉള്ള ചില ഫാമിലി കേസുകൾ, ചില സിവിൽ കേസുകളൊക്കെ ഉണ്ടാവും. ഒത്തിരി പ്രായമായ അമ്മമാരൊക്കെ ആ ഓഫീസിൽ വരും. എന്നിട്ട് സാറിനോട് കേസ് പറയും. അപ്പോൾ എന്നിട്ട് പറയും, സാറിന് തരാനുള്ള പൈസ എൻ്റെ അടുത്തില്ല, പക്ഷെ എന്നെ സഹായിക്കണം എന്ന് പറയും. അപ്പോൾ സാറ് പറയും, നിങ്ങളുടെ തരാൻ പൈസ ചോദിച്ചു നോക്കും. ഒരുപാട് ആളുകൾക്ക് ഈ സിവിൽ മാറ്ററിലും ഫാമിലി മാറ്ററിലും ഒക്കെ പൈസ വാങ്ങിക്കാതെ സാറ് കേസ് നടത്താറുണ്ട്. അങ്ങനെ ഒരു മുഖം കൂടിയുണ്ട്. അങ്ങനെ ഒരു മുഖം ഞാൻ വേറൊരു ഇൻസിഡൻ്റ് ഓർമ്മ വന്നത്, സാറ് ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ അതാണ് സാറിൻ്റെ ഒരു മരണകാരണം. ഓക്കെ. ചുവന്ന കണ്ണുകളും ആ അറഗൻസും അതോടൊപ്പം കിഡ്നി ഫെയിലിയറും കൂടെ കേൾക്കുമ്പോൾ ഉറപ്പിച്ചു കള്ളുടിയാണെന്ന്. എന്നാൽ അതല്ല. ഒരു മനുഷ്യന് ഒരു 8 hours വർക്ക്
8 hours റെസ്റ്റ് എന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. മൂപ്പരെ സംബന്ധിച്ച് അതൊന്നുമില്ല. രാവിലെ ഒരു 7 മണി 7:15 ആകുമ്പോൾ ഓഫീസിൽ വരാം. ദെൻ ഒരു 9-9:30 വരെയും ചിലപ്പോൾ കേസ് വായിക്കാനിരിക്കും, അല്ലെങ്കിൽ രാവിലെ വരുന്ന കക്ഷികളുണ്ടെങ്കിൽ അവരെ കാണാനിരിക്കും. 10 മണിക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ 5 മണി വരെയും കോടതി സമയമാണ്. ഇതിനിടയിൽ ഉച്ചയ്ക്ക് വന്നാൽ ലഞ്ച് കഴിക്കും, ഇല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യും. ഒരു 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 5:30 മുതൽ ഒരു രാത്രി 9 മണി വരെയും ക്ലയൻറ്റ് കൺസൾട്ടേഷനാണ്. എവിടെ നിന്നൊക്കെയുള്ള ക്ലയൻസാണ് വരാമെന്നറിയാമോ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ നേരത്തെ കൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് ക്ലയൻറ്റ് കൺസൾട്ടേഷനാണ്. ഒരു 10 മണി മുതൽ രാത്രി ഒരു 11:30-12 മണി വരെയൊക്കെ ഇരുന്ന് ഡ്രാഫ്റ്റ് ചെയ്യുക, മറ്റ് കേസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞില്ല, പൂനെയിൽ ഓഫീസ് ഉള്ളതുകൊണ്ട് രാത്രി ഒരു 2 മണി ഫ്ലൈറ്റിനൊക്കെ പൂനെ പോവും. അവിടെ ചെന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അവിടെയും ഇവിടുത്തെ റെപ്യൂട്ടേഷൻ തന്നെ അവിടെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മനുഷ്യൻ കാലങ്ങളോളം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഹെൽത്തിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. അത് തന്നെയാണ് സാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഞാൻ ആലപ്പുഴയിലൊരു 376 മാറ്ററിൽ ബെയിൽ പറയാൻ നിൽക്കുക. പെട്ടെന്ന് രാവിലെ കോടതി കയറുന്നേക്കാൾ മുന്നേ ഓഫീസിൻ്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരാണ്, സാറിന് ഇന്നലെ വൈകിട്ട് വയ്യാതെയായി, കുഴഞ്ഞു വീണു, കുറച്ച് സീരിയസ് ആണ്, വെൻറ്റിലേറ്ററിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ. പെട്ടെന്ന് ഇന്നലെ രാത്രി വരെ നമ്മളോട് സംസാരിച്ച ആളാണ് ഇപ്പോൾ ഈ കേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കേസിൻ്റെ അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടി വിളിക്കണം. എന്താണ് അപ്പോഴേക്കും അവിടെ കോടതി വിളിക്കാറായി. ഞാൻ കോടതി കയറി ബെയിൽ പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു വി വിൽ കൺസിഡർ എന്ന് പറഞ്ഞിട്ട് അത് ഓർഡറിന് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് വെച്ചു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, സാറ് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ICUവിൽ കിടക്കുന്ന ആളെ നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ ഓഫീസുമായി റിലേറ്റ് ചെയ്ത് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്, ആൾ ഓക്കെ വരുന്നുണ്ട്, ബെറ്റർ ആവുന്നുണ്ടെന്നൊക്കെ. പെട്ടെന്ന് എനിക്ക് സാറിന് കോള് വരാം. കോള് വന്നിട്ട് ഞാനെടുത്തു. അപ്പം ICUവിലാണ്. എനിക്ക് മറ്റേ മെഷീൻസിൻ്റെ ബീപ്പ് സൗണ്ടൊക്കെ കേൾക്കാം. മിനിയാന്ന് പോയ ബെയിലിൻ്റെ അപ്ഡേറ്റ്സ് എന്നെ വിളിച്ച് പറയാറുണ്ട്. ഞാൻ ചോദിച്ചു, സാറ് വയ്യാതെ ആശുപത്രിയിലാന്ന് പറഞ്ഞു. അതങ്ങനെയൊക്കെ ഉണ്ടാവും, നിങ്ങൾ എന്നെ വിളിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു ഇല്ല സാറ് ആശുപത്രിയിൽ. നിങ്ങൾ എന്നെ വിളിക്കാൻ ശ്രമിച്ചോ? ഞാൻ പറയില്ല. എന്താ വിളിക്കാറുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു ICUവിൽ കിടക്കുന്ന ആൾ ഞാനല്ലേ കിടക്കുന്നത്, നിങ്ങളല്ലേ ICUവിൽ കിടക്കുന്നത്, എനിക്ക് കേസിൻ്റെ അപ്ഡേറ്റ് ഉണ്ട്, എന്നെ കക്ഷി വിളിക്കും, എനിക്ക് കക്ഷിയോട് പറയണം, നിങ്ങളങ്ങനെ എന്നോട് പറയാതിരിക്കരുത്, ഐ ഷുഡ് ഗെറ്റ് ദ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഗെറ്റ് ദ അപ്ഡേറ്റ്, എന്നോട് വിളിച്ച് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ICUവിൽ പിന്നീട് ഏകദേശം ഒരു 1.5 മാസത്തോളം ആശുപത്രി തന്നെയായിരുന്നു. ആ ICU യൂണിറ്റിൽ കിടന്നിട്ട് പുള്ളി കേസ് നടത്താറുണ്ട്. അതെ. പിന്നെ ഈ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഒത്തിരി മോശമായി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇനി റെസ്റ്റ് ആവണം, ഇങ്ങനെ ഇത്രയും റഷ് പാടില്ല, കാരണം ഡയാലിസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്ക്. പക്ഷേ സാറ് പറയുന്നത്, ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ കക്ഷിക്ക് വേണ്ടി നിലകൊള്ളൂ. അക്ഷരാർത്ഥത്തിൽ പുള്ളി മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയും കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് അവിടെ നിന്ന് തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ നിന്ന് തിരികെ വരുമ്പോഴാണ് ഒരു ദേഹാസ്വസ്ഥ ഉണ്ടാവുന്നതും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതും. രാവിലെ ഏകദേശം 8-9 മണിക്കാണ് വരുന്നത്, ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെയാണ് മരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ മരിക്കുമ്പോഴും കാത്തു നിൽക്കാൻ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. കാരണം അന്ന് ആ മരിക്കുന്ന ആ ദിവസം രാവിലെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഡ്രൈവറുണ്ട്, മൂപ്പര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ സാറ് ICUവിലാണ്, കുറച്ച് ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു സീനിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശാന്ത് സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആലപ്പുഴയിലാണ്, വരുന്നേ ഉള്ളൂ, നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. എവിടെയായിരുന്നു? തൃശ്ശൂർ? ഇല്ല, ഇവിടെ എറണാകുളത്ത്. ഞാൻ പെട്ടെന്ന് ആശുപത്രി ചെന്നു. ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ അകത്തോട്ട് വിളിച്ചു. അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ആൾ മരിച്ചു, നിങ്ങൾ ഒരാൾ വിറ്റ്നസ് ചെയ്യണം, ബാക്കി നമ്മളുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ സാറ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് പിന്നെ മാസങ്ങളിലൂടെ കേസ് നടത്തിയതാണ്. ഇപ്പോഴും സാർ ഓഫീസിലുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു കോള് കാണുമ്പോൾ സാറിൻ്റെ ഒരു കോൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു
ഒരു തോട്ടൊക്കെ പലപ്പോഴും അതെനിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ജൂനിയേഴ്സ്, സാറിന് ഏകദേശം 100ഓളം ജൂനിയേഴ്സ് ഉണ്ട് കേരളത്തിലും പൂനെയിലുമായിട്ട്. എല്ലാവർക്കും ആ ഒരു തോട്ടുണ്ടാവും. ആ മരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തോട്ട്. മരണം അക്സെപ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ബട്ട് ആ ഒരു പ്രസൻസ് എല്ലാവർക്കും ഇപ്പോഴും ഫീൽ ചെയ്യുന്നവരുണ്ട്.